ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അതിൻ്റെ തത്സമയം. അല്ല മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തുടങ്ങട്ടെ. പിന്നെ അത് തുടങ്ങും. പ്ലേ ചെയ്താൽ മതി. വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണം. ഈ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ചില വീഡിയോ ക്ലിപ്പിങ്ങുകളുമായിട്ടൊക്കെയാണ് അദ്ദേഹം മാധ്യമ സമ്മേളനത്തിന് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് രണ്ട് പ്രതിപക്ഷ നേതാക്കൾ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയും സ്പീക്കർക്കും ചെയർമാനും കത്ത് കൊടുത്തത് 75ാമത് ഭരണഘടനാ വാർഷികത്തിൻ്റെ ഒരു പ്രത്യേക ചർച്ച പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 13, 14 തീയതികളിൽ ലോക്സഭയിലും 16, 17 തീയതികളിൽ രാജ്യസഭയിലും വളരെ വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. കോൺഗ്രസ് ഈ ചർച്ചകൾക്ക് സമയം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഇന്ന് അതിൻ്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവാദമായിട്ട് ആ ചർച്ച മാറണമെന്നുള്ളതായിരുന്നു. പക്ഷേ ചർച്ചയിലുടനീളം ദേശീയ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും ഭരണഘടനാ ശില്പികളെ പോലും അവമതിക്കാനും ഉള്ള വളരെ വ്യക്തമായിട്ടുള്ള പരിശ്രമമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് പ്രധാനമന്ത്രിയും അടക്കം എല്ലാവരും. അതിൽ ഏറ്റവും അതിനകത്ത് അപലപനീയമായിട്ടുള്ള കാര്യം, അങ്ങേയറ്റം അസ്വീകാര്യമായിട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണിച്ച രാജ്യസഭയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് വ്യക്തമാണ്. എത്ര അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ് ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെ കുറിച്ച് അമിത്ഷാ പരാമർശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് അംബേദ്കർ 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 എന്ന് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലർ. അത് ഹോബിയാണ്. അതേ രീതിയിൽ ഭഗവാനെ വിളിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ടും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വേദനിപ്പിച്ച കാര്യമാണ്. അന്നു മുതൽ ഇന്ന് വരെ അതിനെക്കുറിച്ചൊന്ന് ഖേദം പ്രകടിപ്പിക്കാനോ അതെനിക്ക് തെറ്റായി വന്ന പരാമർശമാണെന്ന് പറയാനോ പ്രസംഗിച്ച ആളും ശ്രമിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചില്ല. പല പ്രാവശ്യം ഈ വിഷയം ഇന്ദിരാഭവനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.